അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. അബുദാബിയിൽ കാറിടിച്ചു മരിച്ച രണ്ടത്താണി സ്വദേശിയുടെ കുടുംബത്തിന് 95 ലക്ഷം നഷ്ടപരിഹാരം. യുഎഇയിൽ വാഹനാപകടത്തിൽ മരിച്ച പ്രവാസി മലയാളിയുടെ കുടുംബത്തിന് 95 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ച് അബുദാബി കോടതി. മലപ്പുറം രണ്ടത്താണി കൽപ്പകഞ്ചേരി സ്വദേശി മുസ്തഫ ഓടായപ്പുറത്തിന്റെ കുടുംബത്തിനാണ് നഷ്ടപരിഹാര തുക ലഭിക്കുക. ആദ്യം 2 ലക്ഷം ദിർഹം ദയാധനമായി നൽകിയ കേസിൽ പിന്നീട് അധിക നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ട് ഫയൽ ചെയ്ത പരാതിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഇതോടെ ആകെ 4 ലക്ഷം ദിർഹമാണ് മരണപ്പെട്ട മലയാളിയുടെ കുടുംബത്തിന് ലഭിക്കുക. 2023 ജൂലൈ 6-നുണ്ടായ വാഹനാപകടത്തിലാണ് മുസ്തഫ മരിച്ചത്. അബുദാബി അൽ ഖലീജ് അൽ അറബി സ്ട്രീറ്റിൽ അൽബദീനിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. ബസ്സിൽ നിന്നിറങ്ങിയ ശേഷം റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന മുസ്തഫയെ സ്വദേശി ഓടിച്ച കാർ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മുസ്തഫ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലമാണ് വാഹനാപകടമുണ്ടായതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. ഫാൽക്കണായി ക്യാമറ ദൃശ്യങ്ങളും നിരീക്ഷിച്ചിരുന്നു. അശ്രദ്ധമായി വാഹനമോടിച്ചതാണ് മരണകാരണമെന്ന് കണ്ടെത്തിയതോടെ അബുദാബി ക്രിമിനൽ കോടതി മുസ്തഫയുടെ കുടുംബത്തിന് 2 ലക്ഷം ദിർഹം ദയാധനമായി നൽകാൻ ഉത്തരവിട്ടു. ഈ നഷ്ടപരിഹാരം അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടി കേസ് നടത്തുന്ന യാബ് ലീഗൽ സർവീസസിന്റെ സിഇഒ സലാം പാപ്പിനിശ്ശേരി കുടുംബത്തിനു വേണ്ടി ഇൻഷുറൻസ് അതോറിറ്റിയിൽ പ്രത്യേക നഷ്ടപരിഹാര അപേക്ഷ സമർപ്പിച്ചു. നിയമപരമായ വിവിധ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പ്രധാന രേഖകൾ സമർപ്പിച്ച ശേഷമുള്ള നിയമ നടപടികൾക്കൊടുവിൽ ഇൻഷുറൻസ് കമ്പനി അധികമായി 2 ലക്ഷം ദിർഹം നൽകണമെന്ന് കോടതി വിധിക്കുകയായിരുന്നു. ഇതനുസരിച്ച് ആകെ നഷ്ടപരിഹാര തുക 4 ലക്ഷം ദിർഹമായി ഉയർത്തി. മുസ്തഫയുടെ അമ്മ, ഭാര്യ, മകൻ, മകൾ എന്നിവർക്കായിരിക്കും ഈ നഷ്ടപരിഹാര തുക ലഭിക്കുക. മകൾ ഹാജറയുടെ വിവാഹം സെപ്റ്റംബർ 11-ന് നിശ്ചയിച്ചിരിക്കെയാണ് നഷ്ടപരിഹാരം ലഭിച്ചതെന്ന വാർത്ത കുടുംബത്തിന് ലഭിച്ചതെന്ന് മുസ്തഫയുടെ ഭാര്യ ഹാജറ പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മകളുടെ വിവാഹ നിശ്ചയത്തിന്റെ അന്ന് രാത്രിയാണ് തങ്ങൾ ഇക്കാര്യം അറിയുന്നത്. തന്റെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിച്ചതിൽ ഏറെ നന്ദിയുണ്ടെന്നും ഹാജറ പറഞ്ഞു. അബുദാബിയിൽ ഒരു അറബ് കുടുംബത്തിൽ പാചകക്കാരനായി ജോലി ചെയ്തിരുന്ന മുസ്തഫ മരണപ്പെടുമ്പോൾ 49 വയസ്സായിരുന്നു. കേസ് നടത്തിയ ലീഗൽ കൺസൾട്ടൻസിക്കും യുഎഇയിലെ നീതിന്യായ സംവിധാനത്തിനും ഹാജറ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25-ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120.